വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാത്തലാബ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ കാത്തലാബിൽ ആൻജിയോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആൻജിയോഗ്രാം ചെയ്യുന്നതിനായി ഒരു പേഷ്യന്റിനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പേഷ്യന്റ്. കാത്തലാബിലെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കാത്തീറ്റർ പാസ് ചെയ്യുന്നതിന്റെയും കാനുലേറ്റ് ആകുന്നതിന്റെയും വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് ആർട്ടറിക്ക് ഞാൻ റെഡ് കളർ ഒന്നും കൊടുക്കാതിരുന്നത്. ഈ കൊറോണറി ആർട്ടറിയുടെയും അയോർട്ടയുടെയും ഒക്കെ പ്ലേസ്മെന്റിന് വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് നിങ്ങൾക്ക് പ്രൊസീജിയർ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ നമുക്ക് പ്രൊസീജിയർ തുടങ്ങിയാലോ? ആദ്യം നമുക്ക് റേഡിയൽ ആർട്ടറി വഴി എങ്ങനെയാണ് ആൻജിയോഗ്രാം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ ലോവർ എക്സ്ട്രിമിറ്റിയുടെ ഭാഗം ഡ്രേപ്പ് ചെയ്ത് കവർ ചെയ്തിട്ടേക്കാം. ആദ്യം ഫൈനൽ കൺഫർമേഷനായ ടൈം ഔട്ട് ചെയ്തതിനു ശേഷം ഡോക്ടർ ലോക്കൽ അനസ്തീഷ്യ കൊടുക്കും. എന്നിട്ട് റേഡിയൽ ആർട്ടറി പാൽപേറ്റ് ചെയ്തുകൊണ്ട് റേഡിയൽ ആർട്ടറി പഞ്ചർ നീഡിൽ ഇങ്ങനെ 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചുകൊണ്ട് ആർട്ടറി പഞ്ചർ ചെയ്യും. അപ്പോൾ ആർട്ടീരിയൽ ബ്ലഡ് പഞ്ചർ നീഡിൽ വഴി സ്പ്ലാഷ് ആകും. നീഡിലൂടെ ഗൈഡ് വയർ സ്ലോലി ഇൻസേർട്ട് ചെയ്യും. റേഡിയൽ ആർട്ടറി കംപ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നീഡിൽ റിമൂവ് ചെയ്യും. നീഡിൽ റിമൂവ് ചെയ്യുന്നതിന് മുൻപ് ആവശ്യമെങ്കിൽ ബ്ലേഡ് നമ്പർ 11 ഉപയോഗിച്ച് സ്കിന്നിലേക്ക് ഇടുക. അത് ആർട്ടീരിയൽ ഷീത്ത് ഈസിയായി ഇൻസേർട്ട് ചെയ്യാനും ഷീത്ത് ഡാമേജ് ആയി ആർട്ടറിക്ക് ഇഞ്ചുറിയോ സ്പാസമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഷീത്തിന്റെ പാക്കറ്റ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇത് റേഡിയൽ പഞ്ചർ നീഡിൽ, ഇത് ഗൈഡ് വയർ. ഈ വയറിന് ഹാർഡ് എൻഡും സോഫ്റ്റ് എൻഡും ഉണ്ട്. ഹാർഡ് എൻഡ് ഇട്ടാൽ ആർട്ടറി പഞ്ചർ ആകാനും പെർഫറേഷൻ സംഭവിച്ച് ബ്ലീഡിംഗ് ആൻഡ് ഹെമറ്റോമ ഉണ്ടാകാനും ഇടയാക്കും. അതുകൊണ്ട് ഗൈഡ് വയർ ഡോക്ടറിന് കൊടുക്കുമ്പോൾ എപ്പോഴും സോഫ്റ്റ് എൻഡ് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കൊടുക്കാൻ. ഇത് ഡയലേറ്റർ, ഇത് 6 ഫ്രണ്ട് റേഡിയൽ ഷീത്ത്. ഡയലേറ്ററും ഷീത്തും ഹെപ്പാരിൻ സലൈൻ കൊണ്ട് ഫ്ലഷ് ചെയ്ത് ഷീത്തിന്റെ ഈ വാൽവിൽ കൂടി ഡയലേറ്റർ ഇൻസേർട്ട് ചെയ്ത് ട്രോളി പ്രിപ്പറേഷന്റെ ടൈമിൽ തന്നെ റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി ഗൈഡ് വയറിൽ കൂടി ഡോക്ടർ ഷീത്ത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഡയലേറ്റർ ആൻഡ് ഗൈഡ് വയർ റിമൂവ് ചെയ്യും. ഇങ്ങനെയാണ് റേഡിയൽ ഷീത്ത് പ്ലേസ് ചെയ്യുന്നത്. ഷീത്തിന്റെ ഈ എക്സ്റ്റൻഷനിലൂടെ ബ്ലഡ് വിഡ്രോ ചെയ്ത് റേഡിയൽ ആർട്ടറി ഷീത്ത് പ്ലേസ്മെന്റ് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോക്ടെയിൽ ഇഞ്ചക്ഷൻ കൊടുക്കും. ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുൻപ് വാം സെൻസേഷന്റെ കാര്യം പേഷ്യനോട് പറയാൻ മറക്കരുതേ. സെയിം ടൈമിൽ മോണിറ്ററും വാച്ച് ചെയ്യണം. കോക്ടെയിൽ ഇഞ്ചക്ഷനിൽ വെരപ്പാമിലും NTGയും ഉള്ളതുകൊണ്ട് ബ്രാഡികാർഡിയയും ഹൈപ്പോടെൻഷനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആർട്ടീരിയൽ ഷീത്ത് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി റേഡിയൽ ആൻജിയോഗ്രാം ചെയ്യാൻ ആവശ്യമായ ടൈഗർ കാത്തീറ്റർ ഫ്ലഷ് ചെയ്യണം. എയർ ഔട്ട് ചെയ്യാനും കാത്തീറ്ററിന്റെ പേറ്റൻസി ചെക്ക് ചെയ്യാനുമാണിത്. അതിനുശേഷം O35 വയർ കാത്തീറ്ററിൽ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഡോക്ടർ ഇങ്ങനെ കാത്തീറ്റർ ഷീത്തിന്റെ വാൽവിലൂടെ ആർട്ടറിയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഗൈഡ് വയർ അസെൻഡിങ് അയോട്ടയിൽ വരെ സ്ലോലി ഫോർവേഡ് ചെയ്യണം. അസെൻഡിങ് അയോട്ടയിൽ ഗൈഡ് വയർ എത്തിയാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഗൈഡ് വയർ ഫോർവേഡ് ചെയ്യുമ്പോൾ ഗൈഡ് വയർ ഏതെങ്കിലും ബ്രാഞ്ചസിലേക്ക് പോകാനും സ്റ്റക്ക് ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഫീൽ ചെയ്താൽ ഉടനെ തന്നെ ഡോക്ടറിനെ നോട്ടിഫൈ ചെയ്യണം. ഡോക്ടർ ഗൈഡ് വയറിനെ ഫോളോ ചെയ്ത് ഫ്ലൂറോ ഇമേജ് നോക്കി അസെൻഡിങ് അയോട്ടയിൽ കാത്തീറ്റർ എത്തിയതിനു ശേഷം ഗൈഡ് വയർ റിമൂവ് ചെയ്യാൻ പറയും. അപ്പോൾ ഗൈഡ് വയർ സ്ലോലി റിമൂവ് ചെയ്യണം. കാത്തീറ്റർ ഹബിലേക്ക് മാനിഫോൾഡ് സിസ്റ്റം കണക്ട് ചെയ്ത് പ്രഷർ ഓപ്പൺ ചെയ്ത് വെക്കണം. എന്നിട്ട് കാത്തീറ്റർ റൊട്ടേറ്റ് ചെയ്ത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി കാനുലേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സിസ്റ്റം കാനുലേറ്റ് ചെയ്യാനായി AP ഡയറക്ഷനിലാണ് സിയാം വെക്കുന്നത്. കാനുലേറ്റ് ആയോ എന്നറിയാൻ കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് ഓരോ ഡോക്ടേഴ്സിൻ്റെയും പ്രിഫറൻസ് അനുസരിച്ച് സിയാം ഹാർട്ടിൻ്റെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വ്യൂസ് എടുക്കും. അതായത് AP കോഡൽ, RAO കോഡൽ, RAO ക്രേനിയൽ, AP ക്രേനിയൽ, LAO ക്രേനിയൽ ആൻഡ് LAO കോഡൽ. അപ്പോൾ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ എല്ലാ ഭാഗങ്ങളും വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലെഫ്റ്റ് സിസ്റ്റത്തിന്റെ ആൻജിയോഗ്രാമിന് ശേഷം ടൈഗർ കാത്തീറ്റർ സ്ലോലി റൊട്ടേറ്റ് ചെയ്ത് റൈറ്റ് കൊറോണറി ആർട്ടറി കാനുലേറ്റ് ചെയ്യും. റൈറ്റ് സിസ്റ്റം കാനുലേറ്റ് ചെയ്യാൻ LAO പൊസിഷനിലാണ് സിയാം വെക്കുന്നത്. അതിനുശേഷം ഡോക്ടേഴ്സിന്റെ പ്രിഫറൻസ് അനുസരിച്ച് LAO, RAO, കോഡൽ ആൻഡ് AP ക്രേനിയൽ ഡയറക്ഷനിലുള്ള വ്യൂസ് എടുക്കും. കൊറോണറി ആർട്ടറിയുടെ അബ്നോർമൽ ഒറിജിൻ അനുസരിച്ചും ഷേപ്പ് അനുസരിച്ചും പിന്നെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ വിഷ്വലൈസേഷനും വേണ്ടി ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡീഷണൽ വ്യൂസും എടുക്കാറുണ്ട്. ഓരോ വ്യൂസിലും ടെക്നീഷ്യൻ സിയാം ആൻഡ് കാത്തബിൾ സെറ്റാക്കി കഴിയുമ്പോൾ ഡോക്ടർ സിനി ആൻജിയോഗ്രാഫിയുടെ പെഡൽ സ്വിച്ച് പ്രസ് ചെയ്യുകയും ഡോക്ടർ ഓർ സ്ക്രബ് നഴ്സ്
5 to 8 ml കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്യുന്നു. കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ മാനിഫോൾഡ് സിസ്റ്റം എപ്പോഴും ഈ ആംഗിളിലാണ് പിടിക്കേണ്ടത്. പോസിബിൾ എയർ ഇഞ്ചക്ഷൻ ഒഴിവാക്കാനാണിത്. ഓരോ കോൺട്രാസ്റ്റ് ഇഞ്ചക്ഷൻ കഴിയുമ്പോഴും ഇങ്ങനെ പ്രഷർ ഓൺ ചെയ്ത് വെക്കണം. എങ്കിലേ കൊറോണറി ആർട്ടറി കാൻലേറ്റ് ചെയ്യുമ്പോഴോ മറ്റോ പ്രഷർ ഡാമ്പിംഗ് ഓർ വെൻട്രിക്കുലറൈസേഷൻ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഹാൻഡിൻ്റെ ഈ ഭാഗം ഉപയോഗിച്ച് പ്രഷർ കൊടുത്ത് ഇഞ്ചെക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാ വ്യൂസും എടുത്തതിന് ശേഷം കാത്തീറ്റർ കൊറോണറിയിൽ നിന്നും ഡിസെൻഗേജ് ചെയ്യുന്നു. മാനിഫോൾഡ് സിസ്റ്റം കാത്തീറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഗൈഡ് വയർ കാത്തീറ്ററിൽ ഇൻസേർട്ട് ചെയ്ത് എൻഡ് വരെ എത്തിക്കുമ്പോൾ കാത്തീറ്ററിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ആകുന്നു. അതിനുശേഷം കാത്തീറ്റർ ആൻഡ് ഗൈഡ് വയർ ഒരുമിച്ച് റിമൂവ് ചെയ്യുന്നു. അതോടെ നമ്മുടെ ആൻജിയോഗ്രാം പ്രൊസീജിയർ കഴിഞ്ഞു. അതിനുശേഷം ഡോക്ടർ ഓരോ ആൻജിയോഗ്രാം ഇമേജും ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫർദർ ഡിസിഷൻ എടുക്കുന്നു. ഫീമോറൽ ആൻജിയോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് പഠിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യാനും മറക്കേണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.